നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ജനുവരി 3 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പം നമ്മുടെ പത്രത്തിലുള്ള ഓരോ പത്ര കട്ടിങ്സ് നമ്മളെടുത്ത് നല്ല രീതിയിൽ വിശകലനം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റിലോട്ട് നോക്കാം. അപ്പം എന്താണ്? നീതി ആയോഗിൻ്റെ ഇന്നവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ ഏതാണ് പോർട്ടലിന്റെ പേര്? ഇതാണ് മെഡ്ടെക് മിത്ര. എന്താണ്? മെഡ്ടെക് മിത്ര. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ ഈ മെഡ്ടെക് മിത്രയെ പറ്റി അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നറിയണം. എന്തൊക്കെയാണ്? ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി, ഫെസിലിറ്റേഷൻ എന്നിവ. എന്താണ്? ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി, ഫെസിലിറ്റേഷൻ. പഠിച്ചോ? ഓക്കെ അല്ലേ? ഇനി പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ ആരെ സഹായിക്കുകയാണ്? മെഡ്ടെക് ഇന്നോവേറ്റർമാരെ സഹായിക്കുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ക്ലിനിക്കൽ മൂല്യനിർണ്ണയം, റെഗുലേറ്ററി, ഫെസിലിറ്റേഷൻ, പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ്ടെക് ഇന്നോവേറ്റർമാരെ സഹായിക്കുക എന്നതാണ് ഈ പറയുന്ന മെഡ്ടെക് മിത്രയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പം നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്? നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുമാണ് ഈ ഒരു മെഡ്ടെക് മിത്രയായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അടുത്ത ഫാക്ട് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് സുജലം പദ്ധതി? എന്നതാണ് അടുത്ത ഫാക്ട്സിൽ പറയുന്നത്. എന്താണ്? നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടയിലും എന്താണ്? കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് സുജലം പദ്ധതി. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്കൊരു റിവിഷൻ ആയില്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ പത്രത്തിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? നിന സിംഗ് ആണ്. ആരാണ്? നിന സിംഗ്. എന്താ ക്വസ്റ്റ്യൻ? CISF ഫുൾ ഫോം പഠിച്ചു വെക്കുക. എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? നിന സിംഗ് ആണ്. പഠിച്ചു വെച്ചേക്കുക, നിന സിംഗ്. ഓക്കെ അല്ലേ? അടുത്ത ഫാക്ട്, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് ചോദിച്ചേക്കുന്നത്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്താണ്? വീരമംഗെ വേലുനാച്ചിയാർ. എന്താണ്? വീരമംഗെ വേലുനാച്ചിയാർ. ഓക്കെ. അടുത്തത്, പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണ്? പാക് പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഡോക്ടർ സവേര പർക്കാശ് ആണ്. എന്താണ്? ഡോക്ടർ സവേര പർക്കാശ്. ഓക്കെ. അടുത്ത, തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച സാമ്പത്തിക ശാസ്ത്ര നോബൽ ജേതാവ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ആരാണ്? മുഹമ്മദ് യൂനുസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പഠിച്ച ഫാക്ട്സും ഉണ്ടായിരുന്നു, പഠിക്കാത്ത ഫാക്ട്സും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് നീതി ആയോഗ് എന്താന്ന് നോക്കാം. എന്താണ് നീതി ആയോഗ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. 2014 എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് 2015 ആരെ കൊണ്ടുവന്നു? നീതി ആയോഗിനെ കൊണ്ടുവന്നു അല്ലെ? നീതി ആയോഗിനെ 2015 ജനുവരി 1 കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ കൊണ്ടുവന്ന ഈ പറയുന്ന നീതി ആയോഗിലെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഇപ്പോഴും ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ് നമ്മുടെ ആദ്യത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്.
വൈസ് ചെയർമാൻ ആദ്യത്തെ ആരായിരുന്നു? ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയ. ഫസ്റ്റ് സിഇഒ കൂടെ പഠിച്ചു വെക്കുക. സിഇഒ ആരാണ്? ഫസ്റ്റ് സിഇഒ സിന്ധു ശ്രീ കുള്ളറാണ്. ആരാണ്? സിന്ധു ശ്രീ കുള്ളറാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഫാക്ട് നോക്കാം. അടുത്ത എന്താണ്? അടുത്ത നമുക്കറിയാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഇനി നമുക്ക് ഖേലോ ഇന്ത്യ എന്താന്ന് നോക്കാം. എന്താണ് ഖേലോ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഈ സ്പോർട്സിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, ഒരു സംരംഭമാണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് എന്താണ്? ആവാസ് പദ്ധതിയെ പറ്റിയാണ്. അപ്പൊ ഈ ഒരു ന്യൂസ് കട്ടിങ്സിൽ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല, പക്ഷെ ഇതിലെ ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവാസ് പദ്ധതിയെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവാസിന്റെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ആവാസ് പദ്ധതി? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആവാസ് പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആവാസ് പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? NMIS. എന്താണ് NMIS? നാഷണൽ മൈഗ്രേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? നാഷണൽ മൈഗ്രേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ എന്തിനുള്ള ആയിരിക്കും ഈ പദ്ധതി? എന്തിനാണ്? അതിഥി തൊഴിലാളികൾക്ക്, മറ്റേ എന്താണ് വിദേശത്തു നിന്ന് വരുന്നതൊക്കെ ആവല്ലേ സെൻട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ എന്താണ്? വിദേശത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് അവരുടെ വിവരശേഖരണത്തിന്, അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണത്തിനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച എന്താണ് പോർട്ടലാണ് NMIS എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ആലയ് പദ്ധതിയെ പറ്റിയാണ്. അപ്പൊ എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? ആ പേരിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുക. എന്താണ്? വാസസ്ഥലം അല്ലെ? ആലയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭവനം അല്ലേ? അപ്പൊ ആലയ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ആലയ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് അപ്നാക്കർ? അപ്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിന്ദി വേർഡാണ് അപ്ന. അപ്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ. അങ്ങനെ കുറേ പേരുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ഹോസ്റ്റൽ ആയിരിക്കത്തില്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്ന കുറേ പേര്, നമ്മുടെ വീട് എന്ന് പറയണമെങ്കിൽ അതൊരു ഹോസ്റ്റൽ ആയിരിക്കും എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഈ പദ്ധതി? ഈ പറയുന്ന അതിഥി തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ രൂപത്തിലുള്ള താമസ സൗകര്യം ഒരുക്കാനുള്ള പദ്ധതിയാണ് അപ്നാക്കർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗസ്റ്റ് ആപ്പ്? എന്താണ് ഗസ്റ്റ് ആപ്പ്? ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി അല്ലെ? അപ്പൊ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഏതോ ഒരു ആപ്പാണ്. അപ്പൊ എന്തായിരിക്കും ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിഥി തൊഴിലാളികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ്, ഓൺലൈൻ ആപ്പാണ് എന്തെന്ന് പറയുന്നത്? ഗസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഉള്ള എന്താണ് പദ്ധതികളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. ഓക്കെ അല്ലേ? നിർമ്മിത ബുദ്ധി കുറ്റമറ്റതാക്കാൻ 10 മാർഗനിർദ്ദേശം നമ്മുടെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. അതിന്റെ ഒരു ന്യൂസാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആ 10 കാര്യങ്ങൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ് അൺലേണിംഗ്, മെഷീൻ അൺലേണിംഗ് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ മെഷീൻ അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. കൃത്യമല്ലാത്തതും പക്ഷപാതപരവുമായ വിവരങ്ങൾ തിരിച്ചറിയുന്ന തരത്തിൽ AI ആപ്പുകളുടെ സോഫ്റ്റ്വെയറുകൾ ക്രമീകരിക്കുന്നതിനെയാണ് മെഷീൻ അൺലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെഷീൻ അൺലേണിംഗ്? അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിനകത്ത് അതിന്റെ ഡെഫിനിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് മെഷീൻ അൺലേണിംഗ്? കൃത്യമല്ലാത്തതും പക്ഷപാതപരവുമായിട്ടുള്ള വിവരങ്ങൾ തിരിച്ചറിയുന്ന തരത്തിൽ ഈ AI ആപ്പുകളുടെ സോഫ്റ്റ്വെയർ ക്രമീകരിക്കാൻ പറയുന്നതാണ് മെഷീൻ അൺലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫെയർനെസ് ടൂളിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഫെയർനെസ് ടൂള്? എന്താണ്? കൃത്രിമ വിവരോൽപാദനത്തിന് ഉപയോഗിക്കുന്ന ആൽഗോരിതങ്ങളുടെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും അളക്കുന്നതിനുള്ള ഉപാധികളെയാണ് ഫെയർനെസ് ടൂൾസ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്കറിയാം AI വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് നമുക്കറിയാമല്ലേ? നമ്മൾ ഗോഡ് ഫാദർ ഒക്കെ കണ്ടതാണ്. അപ്പം എന്താണ് അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു കൃത്രിമമായിട്ടുള്ള വിവരങ്ങൾ അത് എത്രത്തോളം
അങ്ങനെ വിശ്വാസ്യതയൊക്കെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ആൽഗരിതങ്ങളെ അളക്കുന്നതിനുള്ള ഉപാധികളെയാണ് എന്തെന്ന് പറയുന്നത് ഫെയർനെസ് ടൂൾസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ AI എന്ന് പറയുന്ന സംഭവം വന്നതിന് ശേഷം ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു 4-5 എണ്ണമാണ് ഞാനിവിടെ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബിയാട്രിക്സ് എന്ന് പറയുന്നത്? ആദ്യത്തെ AI അധ്യാപികയാണ്. ആരാണ്? ബിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ AI അധ്യാപിക. അടുത്ത എന്താണ് എർണി എന്ന് പറയുന്നത്? എർണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈനയുടേതാണ്. ചൈന നമ്മുടെ ചാറ്റ് GPTക്ക് ബദലായിട്ട് അതിൻ്റെ ബൈഡു എന്ന് പറയുന്ന എന്താണ് സെർച്ച് എഞ്ചിൻ, ബൈഡു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ച എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് റോബോട്ടാണ് ഏതെന്ന് പറയുന്നത് എർണി എന്ന് പറയുന്നത്. എന്താണ് എർണി? ചാറ്റ് റോബോട്ടാണ്. ഓക്കെ, അടുത്ത എന്താണ് ജിപേ എന്ന് പറയുന്നത്? എന്താണ് ജിപേ? എന്താണ് ജി എന്ന് പറയുന്നത്? ഗ്ലോബൽ, പി പാർട്ട്ണർഷിപ്പ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ജിപേ എന്ന് പറയുന്നത്. അപ്പൊ ജിപേയുടെ 2023 സബ്മിറ്റ് എവിടെയാണ് നടക്കുന്നത്? ഡൽഹി, നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആരാണ് അധ്യക്ഷൻ? ഇന്ത്യയാണ് ഈ 2023 ജിപേയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 2022 ആരാണ്? 2022 ജപ്പാനാണ്. ഓക്കെ, അപ്പൊ 2023 ഡൽഹി, 2022 ജപ്പാൻ. ഓക്കെ, അടുത്ത എന്താണ് AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്ത് ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? UK-യിലാണ്. എവിടെയാണ്? UK-യിലാണ് ലോകത്തെ ആദ്യത്തെ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. ആദ്യത്തെ AI ടീച്ചർ അല്ലെങ്കിൽ പ്രൊഫസർ ആരാണ്? അല്ലെങ്കിൽ അധ്യാപിക ആരാണ്? ബിയാട്രിക്സ് ആണ്. ആരാണ്? ബിയാട്രിക്സ്. ഓക്കെ അല്ലേ? അടുത്ത കറണ്ട് അഫയേഴ്സ് എന്താണ്? ബ്രിക്സ് സംഘടനയിൽ 5 സ്ഥിരാംഗങ്ങൾ കൂടി ജോയിൻ ആയിട്ടുണ്ട്. ആരൊക്കെയാണ് ആ 5 സ്ഥിരാംഗങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ആരൊക്കെയാണ്? UAE, അടുത്ത ആരാണ്? സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ. ആരൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ. ഇവർ ഇത്രയാണ് നമ്മുടെ ഈ ബ്രിക്സ് സംഘടനയിൽ ഇപ്പം സ്ഥിരാംഗങ്ങളായിട്ട് മാറിയവര്. ഇതിനു മുന്നേ അർജന്റീന അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ എന്താണ്? അർജന്റീന അവസാന നിമിഷം പിന്മാറി. അതുകൊണ്ടാണ് 5 ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് GK ഫാക്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK ഫാക്ട് എന്താണ്? ഇതിൽ നിലവിലുണ്ടായിരുന്ന ആരൊക്കെയാണ്? അതും പഠിക്കണ്ടേ? ആരൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് നിലവിലുണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ. ആരൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ. ഓക്കെ, 2006 ബ്രസീൽ, ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ട് ബ്രിക്സ് രൂപീകരിച്ചത്. എന്നാണ്? 2006. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ തന്നെ അത്യാവശ്യം എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, 2023 15ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അത് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സ്ട്രാ ഇതിന്റെ കൂടെ എന്താണ്? ജോഹന്നാസ്ബർഗ്. എന്താണ്? ജോഹന്നാസ്ബർഗിലാണ് ഇതിന്റെ ഉച്ചകോടി നടന്നത്. ജോഹന്നാസ്ബർഗ് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 2023 എന്താണ് 15ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത കറണ്ട് അഫയേഴ്സ് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് S. ശ്രീകലയെ നിയമിച്ചു. അത് മാത്രമാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും പഠിക്കാനായിട്ട് ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? S. ശ്രീകല. അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ഫാക്ട്, ഇസ്രയേലിനുള്ള അമേരിക്കൻ പിന്തുണ കണ്ടിട്ട് നമ്മുടെ മാഗ്സസെ അവാർഡ് ജേതാവ് സന്ദീപ് പാണ്ഡെ അദ്ദേഹത്തിന് കിട്ടിയ ആ മാഗ്സസെ അവാർഡ് തിരിച്ചു നൽകുകയാണ്. അതാണ് അടുത്ത കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സന്ദീപ് പാണ്ഡെക്ക് എന്നാണ് മാഗ്സസെ അവാർഡ് കിട്ടിയത്? അത് ഇതിനകത്ത് പറയുന്നുണ്ട്. 2002 ലഭിച്ച മാഗ്സസെ അവാർഡാണ് ഇദ്ദേഹം തിരിച്ചു നൽകുന്നത്. അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ മാഗ്സസെ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നതാണ് മാഗ്സസെ അവാർഡ്. എന്താണ്? ഏഷ്യൻ
ഏഷ്യൻ നോബൽ പ്രൈസ് ആണ് മാഗ്സസെ അവാർഡ്. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് 2023 ആർക്കാണ് മാഗ്സസെ അവാർഡ് കിട്ടിയത്? ഡോക്ടർ രവി കണ്ണനാണ് 2023 മാഗ്സസെ അവാർഡ് കിട്ടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തില് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. ഇതിന് സുപ്രീം കോടതിയിൽ ഹർജി പോയിട്ടുണ്ട്. ഹർജി കൊടുത്തത് ആരാണ് കൊടുത്തത്? ജയ ഠാക്കൂർ ആണ്. ജയ ഠാക്കൂർ ആണ് ഹർജി കൊടുത്തത്. അപ്പൊ ഏതൊക്കെ വകുപ്പുകളെയാണ് ചോദ്യം ചെയ്തത്? 2023 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇവരുടെ നിയമനത്തിലെ 7ഉം 8ഉം വകുപ്പുകളാണ് ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് 7ഉം 8ഉം വകുപ്പുകൾ? 7ാമത്തെ വകുപ്പിൽ എന്താ പറയുന്നത്? നിയമനത്തെ പറ്റിയാണ്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ് ഇവരുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നതാണ് 7ാം വകുപ്പ് എന്ന് പറയുന്നത്. ഇനി 8ാം വകുപ്പ് എന്താണ്? നടപടിക്രമങ്ങൾ നിശ്ചയിക്കാനും ആവശ്യമെങ്കിൽ സെർച്ച് കമ്മിറ്റിയെ നിർദ്ദേശിച്ചവരല്ലാത്ത വ്യക്തികളെ പരിഗണിക്കാനും വരെ സമിതിക്ക് അധികാരം നൽകുന്നതാണ് 8ാം വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 വകുപ്പുകളാണ് ഇതിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ഫാക്ട് ഏതാണ്? നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ആരാണ്? രാജീവ് കുമാർ ആണ്. ഓക്കെ, രാജീവ് കുമാർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ന്യൂസിലേക്ക് പോവാം. അടുത്ത എന്താണ്? UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം. അപ്പൊ അതിന്റെ പേര് നമ്മൾ പഠിച്ചേക്കണം. UAEയുടെയും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് എന്താണ് പേരിട്ടിരിക്കുന്നത്? എന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. എന്താണ്? ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് പേരിട്ടേക്കുന്നത്. അടുത്ത അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയും എന്താണ്? മലേഷ്യയും ഒരു സൈനിക അഭ്യാസം നടത്തിയിരുന്നു. അതിന്റെ പേരും കൂടെ പഠിച്ചു വെക്കുക. ഹരിമൗ ശക്തി എന്നാണ് ആ സൈനിക അഭ്യാസത്തിന്റെ പേര്. അതും കൂടെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഇത് 2023 തന്നെയാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫാക്ടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത് KP ഉദയഭാനു സ്മാരക പുരസ്കാരം ആർക്കാണ്? രമേശ് നാരായണന്. അത് പഠിച്ചു വെച്ചേക്ക. ആർക്കാണ്? KP ഉദയഭാനു സ്മാരക പുരസ്കാരം രമേശ് നാരായണനാണ് കിട്ടിയത്. ഇനി പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്, ഇനി തൊട്ട് നമ്മുടെ സ്കൂൾ കലോത്സവം ഒക്കെ ഉണ്ടല്ലോ, സംസ്ഥാന കലോത്സവങ്ങൾക്ക് പ്രസംഗ വിജയിക്ക് ഇനി തൊട്ട് അഴീക്കോട് സ്മാരക പുരസ്കാരം നൽകാൻ അഴീക്കോട് സ്മാരക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇനി ആർക്കാ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അടുത്ത കറണ്ട് അഫയേഴ്സ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോസാറ്റിന്റെ വിക്ഷേപണം വിജയം എന്നുള്ളതാണ്. അപ്പൊ 2024 ആദ്യത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സ്പോസാറ്റ്? ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചപ്പോൾ കൂടെ എന്താണ്? 10 ഉപഗ്രഹങ്ങളെയും നമ്മൾ 10 ചെറു ഉപഗ്രഹങ്ങളെയും കൂടെ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞു വെക്കണം. എന്തിനാണ് ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്? തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും പറ്റി പഠിക്കാനായിട്ട് ആണ് നമ്മുടെ ഇന്ത്യ എക്സ്പോസാറ്റിനെ വിക്ഷേപിച്ചത്. ഇതിനു മുമ്പ് ആരാണ് പോയത്? അമേരിക്കയാണ് 2021 ഇതേ ഉദ്ദേശത്തോടു കൂടി പോയത്. ഓക്കെ, ഇനി ആ പോയ വാഹനം നമ്മൾ പഠിക്കണം. എന്താണ്? PSLV C-58 ആണ്. PSLV C-58ലാണ് എക്സ്പോസാറ്റിനെ കൊണ്ടുപോയത്. ഇത് നമ്മുടെ PSLVയുടെ 60ാമത്തെ ദൗത്യമാണ്. അതും പഠിച്ചു വെച്ചേക്കുക. 469 കിലോഗ്രാം ആണ് എക്സ്പോസാറ്റിന്റെ ഭാരം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ഇതിന്റെ ഫുൾ ഫോം? എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്നതാണ് എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം. അതും പഠിച്ചു വെച്ചേക്കുക. ഇനി മിഷൻ ഡയറക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മിഷൻ ഡയറക്ടർ? ആരാണ്? M ജയകുമാർ ആണ്. M ജയകുമാർ മിഷൻ ഡയറക്ടർ ആണ്. അപ്പൊ ആരാണ് വിക്ഷേപിച്ചത്? നമ്മുടെ ISRO ആണ് വിക്ഷേപിച്ചത് അല്ലേ? ISRO വിക്ഷേപിച്ചതാണ്. എന്നാൽ വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ്?
UR റാവു സാറ്റലൈറ്റ് സെന്റർ, അതെവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, ബാംഗ്ലൂരിലുള്ള UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്നാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ്? PSLV-C-58 ആണ് വാഹനം. 60ാമത്തെ PSLV ദൗത്യമാണിത്. 469 കിലോഗ്രാം ആണ് ഈ എക്സ്പോസാറ്റിന്റെ ഭാരം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. അടുത്ത മിഷൻ ഡയറക്ടർ M ജയകുമാർ ആണ് വിക്ഷേപിച്ചത്. UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത് BR ഗവായി നിയമ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായി. ആരാണ്? BR ഗവായി നിയമ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായി. അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്, ജസ്റ്റ് പഠിച്ചേക്കുക. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള BR ഗവായിയെ നിയമിച്ചു. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് IMI. എന്താണ്? IMIയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത് ആരെയാണ്? ആരാണ്? അശോകൻ. RV അശോകനെയാണ് IMIയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.